ഇന്ത്യയിൽ ടാറ്റയുടെ വാഹനങ്ങൾ എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നറിയാൻ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തെ മാത്രം കണക്കെടുത്താൽ മതി. ആ മാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച വാഹനം മാരുതി സുസുക്കിയുടെ ഒന്നും ആയിരുന്നില്ല, അത് ടാറ്റയുടെ നെക്സണിന്റേതായിരുന്നു. 15,284 വാഹനമാണ് ഡിസംബർ മാസം മാത്രം ടാറ്റ വിറ്റഴിച്ചത്. എന്നാൽ രണ്ടാം സ്ഥാനം സ്വിഫ്റ്റ് ഡിസയർ കൊണ്ട് മാരുതിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. വിറ്റ വാഹനങ്ങൾ ഏകദേശം 14,012 മാത്രം. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട മൂന്നാമത്തെ വാഹനം ഏതാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത് ടാറ്റയുടെ പഞ്ച് ആയിരുന്നു. 13,787. ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളിൽ രണ്ടാം സ്ഥാനം ഹ്യുണ്ടായിയെ മറികടന്ന് ടാറ്റ കൊണ്ടുപോയി. ഇത് പറഞ്ഞത് ടാറ്റ പഞ്ചിന് കിട്ടിയ ജനപ്രീതി സൂചിപ്പിക്കാനാണ്. ടാറ്റ പഞ്ചിന്റെ EV ഏവരും കാത്തിരുന്ന ഒരു മോഡലാണ്. എന്നാൽ ആരെയും നിരാശപ്പെടുത്താതെ വളരെ മാന്യമായി തന്നെയാണ് പഞ്ചിനെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇതിന്റെ റേഞ്ച് നോക്കിയാൽ 421 എന്ന സ്വപ്ന നമ്പറാണ് ഒറ്റ ചാർജിങ്ങിൽ ലോങ് റേഞ്ച് മോഡലിന് ടാറ്റ നൽകിയിരിക്കുന്നത്. അത് ഷോർട്ട് റേഞ്ചിലേക്ക് വരുമ്പോൾ 315 കിലോമീറ്റർ ആയിട്ട് കുറയും. ഇനി ഡിസൈൻ നോക്കിയാൽ വളരെ ക്യൂട്ടായ ഒരു രൂപമാണ് ടാറ്റ പഞ്ചിന് നൽകിയിരിക്കുന്നത് എന്ന് കാണാം. ടാറ്റയുടെ നെക്സൺ EV ആയിട്ടൊക്കെ വളരെ സാമ്യമുണ്ട്. ഒരുപക്ഷെ നെക്സൺ EVയേക്കാൾ കൂടുതൽ സുന്ദരൻ ടാറ്റ പഞ്ച് ആണ് എന്ന് പറയേണ്ടി വരും. ഫ്രണ്ടിൽ ഒരു ഹൊറിസോണ്ടൽ ആയി കൊടുത്തിരിക്കുന്ന DRLും സീക്വൻഷ്യൽ LED ലൈറ്റും ആരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നവയാണ്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന ടാറ്റ ലോഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാഹനത്തിന്റെ ചാർജിംഗ് പോർട്ട് മറ്റു വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെയാണ് നൽകിയിരിക്കുക. ചാർജിംഗ് സമയത്ത് ലോഗോ ഉൾപ്പെടുന്ന ലിഡ് ഇലക്ട്രോണിക്കലി സ്ലൈഡ് ചെയ്താണ് ചാർജ് ചെയ്യുന്നത്. അതിന് താഴെ ഒരു 360 ഡിഗ്രി ക്യാമറയും നൽകിയിട്ടുണ്ട്. പ്രൊജക്ടർ LED ഓട്ടോ ഹെഡ്ലാമ്പുകളാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുക. ഇതൊരു സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചർ ആണെന്ന് പറയാം. ഹെഡ്ലാമ്പുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന LED ഫോഗ് ലാമ്പുകൾക്ക് കോർണറിംഗ് ഫംഗ്ഷൻ വരെ നൽകിയിട്ടുണ്ട്. പഞ്ചിന്റെ ബമ്പർ ഡിസൈൻ അടിപൊളിയാണെന്ന് തന്നെ പറയാം. അതിന് നൽകിയിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ ഒരേ സമയത്ത് വാഹനത്തിന്റെ ഒരു സ്പോർട്ടിനെസ്സും ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ പ്രതീതിയും ജനിപ്പിക്കുന്നുണ്ട്. അതിന് താഴെ ഒരു ഫോക്സ് കിഡ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സാധാരണ പഞ്ചുമായിട്ട് കാര്യമായ ഒരു വ്യത്യാസം പഞ്ച് EVക്കില്ല. എന്നാൽ ഫീച്ചറുകളിലേക്ക് വരുമ്പോഴാണ് കാര്യമായ വ്യത്യാസം വരിക. സാധാരണ പഞ്ചിനേക്കാൾ അല്പം കൂടി വലുപ്പം കൂടിയ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ORVM ആണ് പഞ്ച് EVക്ക് നൽകിയിരിക്കുന്നത്. ORVMൽ 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വരെ നൽകിയിട്ടുണ്ട്. ഇനി ടയറിലേക്ക് വരുമ്പോൾ 16 ഇഞ്ചിന്റെ 195/65 പ്രൊഫൈലുള്ള ടയറുകളാണ് നൽകിയിരിക്കുന്നത് എന്ന് കാണാം. അലോയ് ഡിസൈനിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ആണ് നൽകിയിരിക്കുക. ഈ വാഹനത്തിന്റെ നീളം 3857 മില്ലിമീറ്റർ, വീതി 1742 മില്ലിമീറ്റർ, ഉയരം 1633 മില്ലിമീറ്റർ, വീൽ ബേസ് 2445 മില്ലിമീറ്റർ, ഗ്രൗണ്ട് ക്ലിയറൻസ് 190 മില്ലിമീറ്റർ. ഡോറുകൾ 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ടോപ്പ് എൻഡ് വേരിയന്റിന് ഡുവൽ ടോൺ കളറുകളാണ് നൽകിയിരിക്കുക. റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഡിസൈനിൽ സാധാരണ പഞ്ചുമായിട്ട് കാര്യമായ ഒരു വ്യത്യാസം EVക്കുമില്ല. റൂഫിൽ ഷാർഫിംഗ് ആന്റിന നൽകിയിട്ടുണ്ട്. റിയർ സ്പോയിലർ ഉണ്ട്. റിയർ ഗ്ലാസിൽ ഓട്ടോ ഡീഫോഗറും വാഷ് ആൻഡ് വൈപ്പറും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു 360 ഡിഗ്രി ക്യാമറയും നൽകിയിരിക്കുന്നു. ഈ ബൂട്ടില് punch.ev എന്ന് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. 366 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്. ഒരുപക്ഷെ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് പഞ്ചിനായിരിക്കാം. ഇനി ഡിക്കി സ്പേസ് പോരാത്തവർക്ക് ഫ്രണ്ട് എഞ്ചിൻ സൈഡിൽ ഒരു 16 ലിറ്ററിന്റെ സ്റ്റോറേജ് സൗകര്യം കൂടി ടാറ്റ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് സ്പെയർ വീൽ നൽകിയിട്ടില്ല. പകരം പങ്ചർ കിറ്റാണ് നൽകിയിരിക്കുക. അത് നമുക്കൊരു വലിയ പോരായ്മയായിട്ട് തന്നെ പറയാം. ഡോർ ഹാൻഡിൽ റിക്കറ്റ് സെൻസർ നൽകിയിട്ടുണ്ട്. ഡുവൽ ടോൺ കളറുകളാണ് ഡോർ പാനലിന് നൽകിയിരിക്കുക. ORVM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണുകളും പവർ വിൻഡോ ബട്ടണുകളും നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ വലിയ ബോട്ടിൽ ഹോൾഡറുകളും ഡോറിൽ സ്പീക്കറുകളും നൽകിയിട്ടുണ്ട്. ഇന്റീരിയർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്ന് തന്നെ പറയാം. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടും. ഡുവൽ ടോൺ കളറുകളാണ് ഇന്റീരിയറിന് നൽകിയിരിക്കുക. ഡാഷ്ബോർഡിന് ടോപ്പിൽ ബ്ലാക്ക് കളറും പിന്നെ ഒരു ഗ്രേ കളർ ഇൻസെർട്ട് നൽകിയിട്ടുണ്ട്. 2 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ് പഞ്ചിന് നൽകിയിരിക്കുക. ഇതിന്റെ സെന്ററിലെ ടാറ്റ ലോഗോ ഇലൂമിനേറ്റ് ചെയ്യുന്നവയാണ്. സ്റ്റിയറിംഗിന് ചുറ്റും നൽകിയിരിക്കുന്ന വൈറ്റ് ഇൻസെർട്ട് പക്ഷെ പെട്ടെന്ന് അഴുക്കാകാൻ സാധ്യതയുണ്ട്. അതിൽ ഫംഗ്ഷൻ ബട്ടണുകളും പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സും ക്രൂയിസ് കൺട്രോളും ഒക്കെ നൽകിയിട്ടുണ്ട്. 10.2 ഇഞ്ചിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് പഞ്ചിനുള്ളത്. 10.2 ഇഞ്ചിന്റെ ഹാർമൻ കാർട്ടൺ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും കൂടെ 4 സ്പീക്കറും 2 ട്യൂട്ടറുകളും നൽകിയിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മൾട്ടിപ്പിൾ വോയിസ് അസിസ്റ്റ്, ഹൈ ടാറ്റ, അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റ് എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട്. ഓട്ടോ ACക്ക് ഡിജിറ്റൽ ബട്ടണുകളും ഫിസിക്കൽ ബട്ടണുകളും ചേർത്താണ് നൽകിയിരിക്കുക. ഓട്ടോ ഡിമ്മിംഗ് ഫംഗ്ഷൻ ഉള്ളവയാണ് IRVM. പിന്നെ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് ഈ വാഹനത്തിന്. അത് മാത്രമല്ല ഗ്ലൗ ബോക്സ് തുറന്നാൽ അതിനകത്ത് ഇലുമിനേറ്റ് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ എയർ പ്യൂരിഫയർ ഫംഗ്ഷനും എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡിസ്പ്ലേയും ടാറ്റ പഞ്ചിന് നൽകിയിട്ടുണ്ട്. 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള USB പോർട്ടുകളും 12 വോൾട്ട് പവർ ഔട്ട്ലെറ്റുകളും നൽകിയിട്ടുണ്ട്. വോയിസ് അസിസ്റ്റ് ഉള്ള ഇലക്ട്രിക് സൺറൂഫ് ആണ് പഞ്ചിനുള്ളത്. പക്ഷേ ഈ ഫംഗ്ഷൻ വേണമെങ്കിൽ ഒരു 50,000 രൂപ എക്സ്ട്രാ നൽകേണ്ടി വരും. ഗിയർ നോബ് നെക്സോൺ EVയിൽ കണ്ടതുപോലെ ഒരു റോട്ടറി ഡയൽ ആണ് നൽകിയിരിക്കുക. പതിവ് പോലെ എക്കോ, സിറ്റി, സ്പോർട്ട് എന്നിങ്ങനെ 3 ഡ്രൈവ് മോഡ്
മോഡുകളും പഞ്ച് ഇവിക്ക് നൽകിയിട്ടുണ്ട്. സീറ്റുകൾക്ക് ഡ്യുവൽ ടോൺ കളറുകളാണ് നൽകിയിരിക്കുക. മാത്രമല്ല ഫ്രണ്ട് സീറ്റ് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ ഉള്ളവയാണ്. എന്നാൽ ഡ്രൈവർ സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. റിയർ സൈഡിലേക്ക് വരുമ്പോൾ വളരെ ഫ്ലാറ്റായ ലോ ഫ്ലോർ ആണ് നൽകിയിരിക്കുന്നത് എന്ന് കാണാം. ഫ്ലോർ ഹമ്പ് ഇവിടെ ഇല്ല. കാരണം നിലവിലുള്ള ടാറ്റയുടെ മറ്റെല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് രൂപം മാറ്റിയവയാണ്. എന്നാൽ പഞ്ച് .EVയുടെ ഷേപ്പിന് നിലവിലുള്ള പഞ്ചുമായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ പ്ലാറ്റ്ഫോം പൂർണ്ണമായും ഒരു ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തവയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ മാക്സിമം സ്പേസ്, മാക്സിമം കൺട്രോള്, മാക്സിമം കംഫർട്ട് ഇവയൊക്കെ ലഭിക്കും. സേഫ്റ്റി ഫീച്ചറുകളുടെ ഒരു നീണ്ട നിര തന്നെ ടാറ്റ പഞ്ച് .EVയിൽ ഒരുക്കിയിട്ടുണ്ട്. റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ്, ഓട്ടോ ഡീഫോഗർ, 360 ഡിഗ്രി ക്യാമറ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, ഓൾട്ടോ ഹോൾഡ് സംവിധാനമുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, SOS കോളിംഗ് ഫംഗ്ഷൻ, 6 എയർ ബാഗുകൾ, ഹിൽ ഡീസന്റ് കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക്, ESP, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് തുടങ്ങിയവയൊക്കെ ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യത്തേതാണ് എന്ന് പറയാം. നിലവിൽ ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചുമായി 2 മോഡലുകളാണ് പഞ്ച് .EVക്കുള്ളത്. ഷോർട്ട് റേഞ്ചിന് 315 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. ലോങ് റേഞ്ചിന് അത് 423 കിലോമീറ്റർ ആണ്. എഞ്ചിൻ പവർ ഷോർട്ട് റേഞ്ചിന് 80.5 bhpയും 114 Nm ടോർക്കും ലഭിക്കും. ലോങ് റേഞ്ചിന് 121 bhp പവറും 190 Nm ടോർക്കും ലഭിക്കും. ഷോർട്ട് റേഞ്ച് മോഡലിന് 25 കിലോവാട്ട് ബാറ്ററി പാക്കും ലോങ് റേഞ്ചിന് 35 കിലോവാട്ട് ബാറ്ററി പാക്കുമാണ് ടാറ്റ നൽകിയിരിക്കുക. ഷോർട്ട് റേഞ്ചിന് 0 നിന്ന് 100 കിലോമീറ്റർ വേഗം ആർജിക്കുവാൻ 13.5 സെക്കൻഡും ലോങ് റേഞ്ചിന് അത് 9.5 സെക്കൻഡും ആയിരിക്കും. വാഹനത്തിന് 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്റർ ആണ് വാറണ്ടി. ബാറ്ററിക്ക് മോട്ടോറിനും 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററുമാണ്. സ്മാർട്ട് പ്ലസ്, അഡ്വഞ്ചർ എസ്, എംപവേർഡ് എസ്, എംപവേർഡ് പ്ലസ് എസ് എന്നിങ്ങനെ 8 വേരിയന്റുകൾ ഈ വാഹനത്തിനുണ്ട്. അടിസ്ഥാന വേരിയന്റായ സ്മാർട്ട് വേരിയന്റിന് ഏകദേശം 12 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഈ വേരിയന്റ് ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ 315 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വാഹനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. സ്മാർട്ട് വേരിയന്റിൽ ലോങ് റേഞ്ച് മോഡൽ ലഭിക്കുകയില്ല. അഡീഷണൽ ഫീച്ചറുകളുള്ള സ്മാർട്ട് പ്ലസിന് ഏകദേശം 12,60,000 രൂപയായിരിക്കും വില. അടുത്ത മെയിൻ വേരിയന്റായ അഡ്വഞ്ചർ മുതലാണ് ലോങ് റേഞ്ച് മോഡൽ ലഭിച്ചു തുടങ്ങിയ. ഷോർട്ട് റേഞ്ചിന് 13,10,000 രൂപയും അത് ലോങ് റേഞ്ച് ആണെങ്കിൽ 14,10,000 രൂപയുമായിരിക്കും ഏകദേശം ഓൺ റോഡ് വില. ഇനി അടുത്ത വേരിയന്റായ എംപവേർഡിന് ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ 15,30,000 രൂപയും ലോങ് റേഞ്ച് ആണെങ്കിൽ 16,30,000 രൂപയുമായിരിക്കും വില. അത് എംപവേർഡ് പ്ലസിലേക്കും വരുമ്പോൾ ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ 15,90,000 രൂപയും ലോങ് റേഞ്ച് ആണെങ്കിൽ 16,90,000 രൂപയുമായിരിക്കും വില. അടിസ്ഥാനപരമായി ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും തമ്മിൽ 1 ലക്ഷം രൂപയുടേതാണ് വ്യത്യാസം. പിന്നെ സൺറൂഫ് മുതലായ ഫീച്ചറുകൾക്ക് പിന്നെയും ഒരു 50,000 രൂപ മുടക്കണം. അത് കസ്റ്റമേഴ്സിന്റെ ഒരു ചോയ്സ് ആയി ടാറ്റ മാറ്റി വെച്ചിരിക്കും. നിലവിൽ വളരെ മികച്ച ഒരു വാഹനമാണ് പഞ്ച് എന്ന് പറയാം. ഇവിടെ വളരെ ചീപ്പായ ഒരു വാഹനത്തെ വളരെ ലക്ഷൂറിയസ് ആയ വാഹനമാക്കി മാറ്റുകയാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഫ്രഞ്ച് കമ്പനിയായി സിട്രോയിൻ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പുറം നാടുകളിൽ അവരുടെ ലക്ഷൂറിയസ് വാഹനമായ സിട്രോയിൻ C3 പോലെയുള്ള വാഹനങ്ങളെ ഇവിടെ വളരെ ചീപ്പായി മാറ്റി വിൽക്കുകയാണ് അവർ ചെയ്തത്. നിലവിലുള്ള പഞ്ചിന്റെ ഏറ്റവും വലിയ പോരായ്മ അതിന് എഞ്ചിന് വേണ്ടത്ര പഞ്ചില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ പഞ്ച് EVക്ക് മാത്രമല്ല എല്ലാ എതിരാളികൾക്കിട്ടും ഒരു പഞ്ച് കൊടുക്കുന്ന രീതിയിലാണ് ടാറ്റ പഞ്ച് .EVയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പുതിയ പഞ്ച് EVക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.